ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. വീടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനൊരു ക്യാമറ മേടിച്ചു. അതിൻ്റെ അമേസിങ് പെർഫോമൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇത് ടീലിംഗ് കമ്പനിയുടെ ചാപ്പോ C200 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മളെല്ലാവരും ഒരു CCTV വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കതൊരു 2000 രൂപ അല്ല 2700 രൂപയ്ക്ക് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഉപകാരം തന്നെയാണ്. നാട്ടിലെ ആമസോണിൽ ഇത് 2700 രൂപ മാത്രമാണ് കാണിക്കുന്നത്. ഞങ്ങളിത് ഓൺലൈനിൽ തന്നെ മേടിച്ചതാണ്, ആമസോണിൽ നിന്ന് 100 ദിർഹത്തിന്. ഞങ്ങളിത് മേടിച്ചിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇത്ര നാളുടെ യൂസ് കൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തോരം പ്രൊസീജിയേഴ്സാണ്, എന്തോരം കാശ് ചിലവാണ്. അത് വയേർഡ് കണക്ഷനുമായിരിക്കും. ഇത് വയേർഡും അല്ല, നമുക്ക് കംഫർട്ടബിലിറ്റി അനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് മേടിച്ചാണെങ്കിലും ക്രമേണ അത് ഇൻക്രീസ് ചെയ്താലും മതി. അത്യാവശ്യത്തിന് ഒരെണ്ണം മതിയോ, ആവശ്യമുള്ളവർക്ക് ഒരെണ്ണം യൂസ് ചെയ്യുകയും ബാക്കി പിന്നെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മേടിച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രീനിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ യൂസർ മാനുവലും ഗൈഡും പിന്നെ ആ സ്റ്റിക്കർ ഹോൾ അടിച്ച് ഫിക്സ് ചെയ്യേണ്ടവർക്ക് ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാർക്കിംഗ് മാത്രമാണത്. അത് ജസ്റ്റ് ഒട്ടിച്ചിട്ട് അതനുസരിച്ച് അങ്ങ് ഹോൾ അടിച്ചാൽ മതി. ഇപ്പോൾ കറക്റ്റ് റേഞ്ച് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഹോൾ അടിച്ചില്ല. ഇത് ഞാനിപ്പോൾ ഒരു കർട്ടൻ്റെ റോഡ് ഉണ്ടായിരുന്നു, ആ കർട്ടൻ്റെ റോഡിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. എൻ്റെയും പ്ലാൻ സെയിം തന്നെയായിരുന്നു, ഹോൾ അടിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഞാനിത് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കിത് കംഫർട്ടബിളായിട്ട് തോന്നി. കർട്ടനും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഹോൾ അടിക്കുന്നത്, ഇപ്പം 2 കേബിൾ ടൈ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല, വെറുതെ ഹോൾ അടിച്ച് മെനക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ അതിന് മെനക്കെട്ടില്ല. ഇതൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കേബിളുമാണ്. അത് കണ്ട് ഈ കാണുന്നത് പോലെയാണ് പ്ലഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെമ്മറി കാർഡും അതിൻ്റെ റീസെറ്റ് ബട്ടണും ഇതിങ്ങനെ താഴോട്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ണിപ്പെടത്തില്ല. അത് മേളിലോട്ട് കയറി പോകുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഞങ്ങളിപ്പോൾ ഒരു 128 GB ഒരു മെമ്മറി കാർഡ് ഇവിടെ അങ്ങ് ഇട്ടു. ഞാനിപ്പോൾ കാണുന്നത് ഈ പറഞ്ഞതുപോലെ ഇത്രയ്ക്ക് സിമ്പിളാണ്. ഇത്രയും സമയത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടീമിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ അത് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ടാപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ്രോയിഡിലായാലും iOS-ലാണോ വിൻഡോസിലാണല്ലോ ഇതാണ്. ഇതിപ്പം നമുക്ക് പെയർ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പം കണക്റ്റഡ് അല്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലിവിങ് റൂം എന്ന് പറഞ്ഞൊരു ഇത് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ മേളിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്ത് അത് കണക്ട് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ ആയിട്ട് ഷെയറിങ്ങിൽ കണക്റ്റ് ആയിക്കോളും. നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമ്മുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് നമുക്കിത് കാണാൻ പറ്റും. വീടിനകത്തെ ഫുൾ വീഡിയോസ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് ഹോം വൈഫൈ ആയിട്ടാണ് കണക്റ്റ് ആവുക. വൈഫൈ ആയിട്ട് കണക്റ്റായി അങ്ങനെ ഫോണുമായിട്ട് ഷെയർ ആവുന്നത്. വൈഫൈ ആയിട്ടുള്ള കണക്ഷനൊക്കെ അത്രയ്ക്ക് സിമ്പിളാണ്. ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ഫുൾ ഇത് കിട്ടും. അങ്ങനെ പറയുന്ന അത്ര ക്ലിയർ ആവുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ഇത് കിട്ടും. പിന്നെ നമുക്കിത് സംസാരിക്കാനും പറ്റും എന്നുള്ളതാണ്. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഇതിന് സ്പീക്കറുണ്ട് ഇതിന്. അപ്പോൾ അതിൻ്റെ പുറകിൽ സ്പീക്കറെ വെച്ച് നമുക്ക് സംസാരിക്കാനും പറ്റും. കണ്ടതുപോലെ ടോക്ക് ബട്ടണെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. നമുക്കിവിടെ കേൾക്കാനും സാധിക്കും. ഇതേ തന്നെ ഒരു മൈക്കുണ്ട്, അതേ നിന്ന് തിരിച്ചും നമ്മളിവിടെ പറയുന്നതും കേൾക്കാൻ പറ്റും. ഇതിൻ്റെ നൈറ്റ് മോഡെന്ന് പറഞ്ഞാലും അസാധ്യമാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഈ ഹോളിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ സൈഡിലൊരു ലൈറ്റ് ഓണാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് സ്ക്രീനെ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് സ്ക്രീനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടുത്തെ ആ സൈഡിലെ ലൈറ്റ് ഓഫ് ചെയ്താലും ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. അതായത് നല്ല കുറ്റിരുട്ടാണെങ്കിൽ ഇതാണ് വ്യൂ, പുറത്തെ വ്യൂ. ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ ഇരുട്ടാണ്. പക്ഷേ നമുക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിട്ട്, അത് ക്ലാരിറ്റിയാണ് അതിൻ്റെ, നല്ല ക്ലിയർ ആയിട്ട് മുഖം വരെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാം, ഈച്ച് ആൻഡ് എവരിത്തിങ്. ഞാനതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ശരിക്കും അട്രാക്റ്റഡ് ആയത് ഇതിൻ്റെ നൈറ്റ് വിഷനിൽ തന്നെയാണ്. ഓഫ് കോഴ്സ് ഇത് അൺബിലീവബിൾ തന്നെയാണ്. ഈ വിലയിൽ ഈ ഒരു റേഞ്ചിൽ ഇത്രയും നൈറ്റ് വിഷൻ ക്ലാരിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒന്നും പറയാനില്ല. നമുക്ക് അതിരിക്കുന്ന ഏരിയ ഫുള്ള് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ടോട്ടൽ ഹൊറിസോണ്ടൽ 360 ഡിഗ്രി പോവുകയും ചെയ്യും, വെർട്ടിക്കൽ 140 ഡിഗ്രിയും കിട്ടും. ഫുൾ നമുക്ക് എല്ലാ ഏരിയയും നമുക്ക് കിട്ടും. ഇത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ചെറിയതായിട്ട് സൈഡിലെ ലൈറ്റ് കാണുമ്പോൾ ഉള്ള ഡിഫറൻസസ് ആണ്. എന്നിട്ട് പെട്ടെന്ന് ഇരുട്ടിലോട്ട് പോകുമ്പോഴുള്ള ഡിഫറൻസസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ടാപ്പ് 360 ഡിഗ്രി 2 MB ക്യാമറ, 1080 പിക്സൽ, ഫുൾ HD.
നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടാം. അങ്ങനെയാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. 2-വേ ഓഡിയോ എനേബിൾ ചെയ്യാം. 2 സൈഡിലോട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ വെച്ച് അലക്സ എനേബിൾ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.